ബ്ലെയിം ഷിഫ്റ്റ്, ബ്ലെയിം ഗെയിം. പലപ്പോഴും ഒരു ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് പലർക്കും പേടിയാണ്. എന്താ കാര്യം? ഈ പറയുന്ന ഫീഡ്ബാക്കിന്റെ ഒരു നെഗറ്റീവായിട്ടുള്ള സൈഡ് അത് ഞാൻ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും. ഞാൻ കാരണമാണ് ഇത് സംഭവിച്ചത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കും. അല്ലെങ്കിൽ തിരുത്തി പറഞ്ഞ് ഇങ്ങോട്ട് തരുന്ന ഒരു പങ്കാളിയാണ് കിട്ടിയിരിക്കുന്നത്. ബ്ലെയിം ഷിഫ്റ്റും ബ്ലെയിം ഗെയിമുമാണ് ഞങ്ങൾക്കിടയിൽ ഒത്തിരി നടക്കുന്നത്. അതുകൊണ്ട് മാത്രം ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്ന പലരുമുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് അവിടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനുള്ള സാധ്യതയെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇന്റിമസി എന്ന് പറയുന്നത് ലാക്ക് ആവുക തന്നെ ചെയ്യും. ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് പലപ്പോഴും റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത്. ബ്ലെയിം ഷിഫ്റ്റും ബ്ലെയിം ഗെയിമും ഈ പറയുന്ന ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കുക മാത്രമല്ല, ഒരു ഇമോഷണൽ സേഫ്റ്റി എന്ന് പറയുന്നത് അവിടെ ഡിസപ്പിയർ ആകാനുള്ള കാരണമായിട്ട് മാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈഗോ എന്ന് പറയുന്ന ആശ നല്ല രീതിയിൽ വീണ്ടും മികച്ച രീതിയിൽ തന്നെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ബ്ലെയിം ഷിഫ്റ്റ് ചെയ്തിട്ടായാലും വേണ്ടില്ല, ഞാൻ താഴ്ന്നു പോകാതിരിക്കണം എന്നുള്ളതാണ് അവരുടെ മനസ്സിലെ ചിന്തകളായിട്ട് പിന്നീട് പരിവർത്തനം ചെയ്യപ്പെടുക. ബ്ലെയിം ഷിഫ്റ്റും ബ്ലെയിം ഗെയിം ഇത് നമ്മുടെ ഇടയിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ള സമയമായി എന്ന് ഒന്ന് ഓർത്തോളൂ കേട്ടോ. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്പെയർ ടു ഇൻസ്പയർ.